അങ്ങനെയല്ല, ഇൻഡസ്ട്രിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടല്ലോ. എനിക്കും ഇത്ര വർഷത്തിന് മുന്നേ തുടക്കത്തിൽ ഇങ്ങനെയുള്ള മുകേഷും സിദ്ദീഖും പോലുള്ളവർ കാരണമാണ് അമ്മ എന്ന സംഘടനയ്ക്ക് ഇത്ര ചീത്തപ്പേര് വന്നത്. ഇപ്പൊ രേവതി സമ്പത്ത് എന്നുള്ളവർ വന്ന് ഇന്റർവ്യൂ വളരെ സ്ത്രീകളോ പുരുഷനോ എന്ന രീതിയിൽ കാണാതെ ഈ രഞ്ജിത്തിനെ പോലുള്ളവർ അത് പീഡിപ്പിക്കുകയും അല്ലെങ്കിൽ ആ അവസരങ്ങൾ മുതലെടുക്കുകയും ചെയ്യുന്ന ഇങ്ങനെയുള്ള ആൾക്കാർ ഈ ഇൻഡസ്ട്രിയിൽ തന്നെ ഏതെങ്കിലും ഒരു സ്ത്രീ നട്ടലോടെ വന്ന് പറയുന്നുണ്ടോ ഇന്ന ആളാണ് പൊതുസമൂഹത്തോട് ഞങ്ങൾ മൊഴി കൊടുത്തിട്ടുണ്ട്? നിങ്ങൾ പറയുന്ന മുടിയും വളർത്തി താടിയും വളർത്തി ബീഡിയും വലിച്ച് നടക്കുന്ന പിള്ളേരെല്ലാം പിഴകളൊന്നുമല്ല. ധർമ്മജന ഹാസ്യനായൻ ഒരു മാധ്യമ പ്രവർത്തകരോട് വളരെ ചെറ്റ വർത്താനം പറഞ്ഞു എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. കാര്യം അത്രയ്ക്ക് മോശമായിട്ടാണ് സംസാരിച്ചത്. അലിഗേഷൻ ഇല്ലാത്ത കുറെ ദുൽഖർ സൽമാൻ അതേപോലെയുള്ള കുറെ ആൾക്കാരുണ്ടല്ലോ, ആസിഫ് അലി, അവരെ കുറിച്ചൊന്നും ആരും ഒരു അലിഗേഷനും എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ല. അത് ചെക്കന്മാരെയൊക്കെ കണ്ട് പഠിക്കുക. എന്താ കാലിബർ, എന്താ ഒരു ജനറേഷൻ എന്നൊക്കെ പറയുന്ന ഇതാണ്. ഒരു രക്ഷയില്ല. എല്ലാവരും ഒരുപാട് വർഷമായിട്ട് സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നുണ്ട്. 13 വർഷമായി. അപ്പോൾ നിങ്ങൾ ഇങ്ങനൊരു ആരോപണമായിട്ട് വന്നത് ഒന്നുകിൽ ഒരു പൈസയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാനമോഹം വേണ്ടിയിട്ടോ ആണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? പൂർണ്ണമായിട്ടും നിഷേധിക്കും. കാരണം പൈസയ്ക്ക് വേണ്ടി അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങളുമായിട്ട് ഇറങ്ങുന്ന ഒരാളല്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ 11 വർഷം അല്ലെങ്കിൽ 2013 നടന്നൊരു വിഷയം ഇപ്പം സംസാരിക്കേണ്ടി വന്നത് സിനിമാ ഇൻഡസ്ട്രിയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം പ്രശ്നങ്ങളൊന്നും ഒന്നുമില്ല എന്നുള്ളൊരു വെള്ളപൂശൽ വരികയും പ്രധാനപ്പെട്ട നടീനടന്മാരടക്കം സൈലൻ്റ് ആവുകയും കേരള ചലച്ചിത്ര അക്കാദമി പോലെയുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തിയെക്കുറിച്ച് അന്യഭാഷക്കാരിയായ ഒരു നടി വളരെ ഗുരുതരമായ ആരോപണങ്ങൾ കൊണ്ടുവരികയും നമ്മുടെ കേരള ഇൻഡസ്ട്രിയെ മൊത്തത്തിൽ മുൾമുനയിൽ നിർത്തുന്നതുമായ ആരോപണങ്ങളുമായി പലരും വരികയും അതെല്ലാം നിഷേധിക്കുകയും ചെയ്തപ്പോൾ സ്ത്രീത്വത്തിനെതിരെയുള്ള ഒരു അടിച്ചമർത്തലായി തോന്നിയത് കൊണ്ട് അങ്ങനെയല്ല, ഇൻഡസ്ട്രിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടല്ലോ. എനിക്കും ഇത്ര വർഷത്തിന് മുന്നേ തുടക്കത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെ ആണല്ലോ എനിക്കും കടന്നു വരേണ്ടി വന്നത് എന്നുള്ളൊരു ഓർമ്മയാണ് ഒരു ചാനലിന് മുന്നിൽ അത്തരം കാര്യങ്ങൾ പറയാനും ആ പറഞ്ഞ കാര്യത്തിനെ സാധൂകരിക്കാൻ നിയമ സംവിധാനങ്ങൾ ചോദിച്ചപ്പോൾ കൃത്യമായ വിശദീകരണം നൽകേണ്ടി വന്നത്. അതാണ്. അല്ലാതെ 13 വർഷം മുമ്പുള്ള കാര്യത്തിന് ഇപ്പോൾ വന്നിട്ട് കേസിനോ അല്ലെങ്കിൽ അവരെ ശിക്ഷിക്കുന്നതിലോ അല്ലെങ്കിൽ ആ കേസ് മാത്രം ചർച്ച ചെയ്യുന്നതിനോ അല്ല ഞാൻ വന്നിരിക്കുന്നത്. സിനിമാ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരിക്കുന്ന അപജയങ്ങളുണ്ട്. ഒരുപാട് പേരില്ല, ഒരു 20% ആളുകൾ പക്ക ഫേക്ക് കളിയുണ്ട്. ബാക്കി വരുന്ന 80%നെയും അത് ബാധിക്കും. ആ 20%നെ തൂക്കി വെളിയിലാക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് നമ്മൾ തുടക്കം കുറിക്കുക എന്നുള്ളത് കൂടിയാണ് ഈ തുറന്നു പറച്ചിലിൻ്റെ സാധുത. ഇപ്പം ആ സൂപ്പർ സ്റ്റാർ, അതായത് ആ മോശമായിട്ട് പെരുമാറിയ സൂപ്പർ സ്റ്റാർ ആരെന്ന് പറഞ്ഞില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, എപ്പോൾ പറയണം എപ്പോൾ പറയണ്ടെന്ന്. പക്ഷേ ലാസ്റ്റ് ഒരു ചാനൽ ഇൻ്റർവ്യൂവിൽ ഇതുപോലെ ഇങ്ങനെ ഒരു തിരിച്ചും മറിച്ചും ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം അവരുടെ ഇപ്പോൾ ഒരുപാട് പേര് ഇതുപോലെ ആരോപണങ്ങളായിട്ട് വന്നു. അവർ സൂപ്പർ സ്റ്റാറിൻ്റെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ പേര് പറയാൻ മടിക്കുന്നതിൻ്റെ കാര്യം എന്താണ്? ഒന്ന്, ഞാൻ ആ പേരിൽ മാത്രമല്ല ഒരു പേരുകാരനിലോ ഒതുങ്ങുന്ന ഒരു വലിയ വിഷയത്തെയാണ് ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത്, ഒരു വ്യക്തിയിലല്ല. ആ വിഷയം പറയേണ്ട സ്ഥലത്ത് പറയാമെന്നുള്ളതും ആ വ്യക്തിയെക്കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു കംപ്ലൈൻറ്റ് കൊടുത്ത് അതിൻ്റെ പുറകിൽ മാത്രം നിൽക്കുക എന്നതല്ല എൻ്റെ ഒരു ഉദ്ദേശമായിരുന്നത് കൊണ്ടും പിന്നെ നമ്മളെ വ്യക്തിപരമായി ഫാമിലിയുടെ നിന്നുള്ളൊരു പ്രഷറും കാരണം പേര് പറയണ്ട എന്നുള്ളൊരു ഇതിലാണ് ആദ്യമേ പോയിരുന്നത്. പക്ഷേ ഇപ്പോൾ എൻ്റെ ഐഡൻറ്റിറ്റിയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ആരോപണം വെറുതെ പറയുകയാണെന്നും അങ്ങനെ ഒരു പ്രശ്നങ്ങളില്ല എന്ന് സമർത്ഥിക്കുന്നിടത്ത് വലിയ വലിയ താരങ്ങളുടെ പേരുകൾ കോട്ട് ചെയ്ത് എനിക്കെതിരെ മീഡിയ അറ്റാക്ക് വരുന്നതും നല്ല രീതിയിൽ സപ്പോർട്ടും വരുന്നുണ്ട്, ചെറിയ രീതിയിൽ അറ്റാക്കും വരുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു ക്ലാരിഫിക്കേഷൻ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് കൊടുക്കണമെന്ന് തോന്നി. അതുകൊണ്ട് എത്രയും വേഗം തന്നെ ആ പേര് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ പേര് കൊടുത്തിട്ടുണ്ട്. അതൊരു പീഡന ശ്രമമല്ല, ഒരു മിസ്ബിഹേവിങ് ആണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ചില ചാനലുകൾ പീഡനം എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഡെപ്ത് മാറും. ഞാനൊരു ഇടത്തും പീഡനം എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരാളുടെ കൺസെൻറ്റ് ഇല്ലാതെ ഒരാളെ ടച്ച് ചെയ്യുന്നത് പറയുന്നത് മിസ്ബിഹേവിങ് ആണ്. ആ ഒരു പരിധിയിൽ നിൽക്കുന്ന ഒരു സാധനമാണ്. അത് ഏത് വലിയ വ്യക്തി ചെയ്താലും അത് നമ്മൾ പറയും. അന്നത്തെ കാര്യം അത് ഓർത്ത് പറഞ്ഞു എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ വ്യക്തിയുടെ പേരിന് ഇപ്പോൾ ഞാനത് പറയുന്നില്ല. എന്തായാലും അത് മീഡിയയ്ക്ക് മുന്നിൽ ഉടനെ തന്നെ പറയും. ഒരുപാട് സ്ത്രീകൾ ഇതുപോലെ പീഡനം അതുപോലെ ഒരുപാട് പരാതികളായിട്ട് ഇപ്പം മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അമ്മ എന്ന് പറഞ്ഞ സംഘടന പിടിച്ചു വിടേണ്ട ഒരു അവസ്ഥ വന്ന് മോഹൻലാൽ ഉൾപ്പെടെ എല്ലാവരും രാജി വെക്കേണ്ടി വന്നത്. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ അമ്മയുടെ അവസ്ഥ, അതായത് സംഘടനയുടെ അവസ്ഥ എന്താകും?
എനിക്ക് നമ്മൾ ചില കസേരകളിൽ ഇരിക്കുമ്പോഴും നമുക്ക് അർഹത ഉണ്ടോ ഇല്ലെന്നുള്ളതും കൂടെ അതിൻ്റെ 4 കാലിലെ ബലം മാത്രമല്ല 4 ആളുടെ മുന്നിലുള്ള ഒരു ബലം കൂടി നമുക്ക് ഉണ്ടാവണം. അത് MLA ആയാലും MP ആയാലും അല്ലെങ്കിൽ ചലച്ചിത്ര മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഉന്നതരായാലും ശരി തന്നെ. അപ്പോൾ ആ പ്രസ്ഥാനത്തിന് കളങ്കം വരുന്ന രീതിയിൽ അവർ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി പൊതുസമൂഹത്തോടും നീതിന്യായ വകുപ്പിനോടും പറയേണ്ടത് അവരാണ്. പിന്നെ ആരോപണങ്ങൾ ആർക്ക് വേണമെങ്കിലും ആരെക്കുറിച്ചും പറയാം. ഈ ഇപ്പം പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങളെല്ലാം 100% ശരിയാണെന്ന് മറ്റ് സ്ത്രീകൾ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ ഞാൻ 100% ശരിയാണെന്നുള്ള ബോധ്യത്തിലാണ് ഈ സംസാരിക്കുന്നത്. മറ്റുള്ളവരുടെ ആരോപണങ്ങളെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് അറിയില്ല. എങ്കിലും ഒരു സ്ത്രീ സമൂഹ മധ്യത്തിൽ വന്ന് പറയുമ്പോൾ ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. ഇത്തരം പ്രസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ അതിന് മറുപടി പറഞ്ഞ് ഗഡ്സോടെ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ സമൂഹ മധ്യത്തിൽ മാധ്യമങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പറയേണ്ടതായിരുന്നു എന്നുള്ളൊരു വ്യക്തിപരമായ അഭിപ്രായമാണ്. പിന്നെ ഈ സംഘടനയായിട്ട് നമുക്ക് ഡയറക്റ്റ് ബന്ധമില്ലാത്തതുകൊണ്ട് ആ തീരുമാനങ്ങൾ അവർക്ക് തന്നെയാണ് വിട്ടുകൊടുത്തിരിക്കുന്നത്. മുകേഷും സിദ്ദീഖും പോലുള്ളവർ കാരണമാണ് അമ്മ എന്ന സംഘടനയ്ക്ക് ഇത്ര ചീത്തപ്പേര് വന്നത്. ഇപ്പം രേവതി സമ്പത്ത് എന്നുള്ളവർ വന്ന് ഇൻ്റർവ്യൂവിന് വളരെ ക്രൂരമായ ബലാത്സംഗം ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അത് വളരെ മോശമായ രീതിയിലാണ് സിദ്ദീഖിൻ്റെ പെരുമാറ്റവും പല കാര്യങ്ങളും വന്നത്. അപ്പോൾ ഈ 2 പേര് കാരണമാണോ ഇത്രയും വലിയൊരു പ്രശ്നത്തിലോട്ട് വന്നത്? അങ്ങനെ വ്യക്തികളെ 2 പേരെന്നൊന്നും ഒതുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഓരോ സ്ഥാനത്തിരിക്കുന്ന ആളുകൾ, അക്കാഡമിയുടെ തലപ്പത്തുള്ള വ്യക്തിയെ മുതൽ ആളുകൾ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അത് ചെറിയ ആളുകളല്ല, അത് അന്യഭാഷയിൽ നിന്ന് വന്ന ഒരു പ്രമുഖയായ നടി തന്നെയാണ് ആരോപണത്തിൽ പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്താൻ പോകുന്നതുമൊക്കെ. അപ്പോൾ അത്തരം കാര്യങ്ങൾ നീങ്ങുന്നതിൻ്റെ അർത്ഥം അവരുടെ കൺസെൻ്റ് ഇല്ലാതെ അവിടെ തൊടുന്നു എന്നുള്ളതാണ്. സിനിമാ മേഖലയിൽ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളവരോട് ശയിക്കുന്നതിന് നമുക്ക് പരാതിയൊന്നുമില്ല. അതൊക്കെ ഈ മേഖലയിൽ നടക്കുന്നുണ്ട്, എല്ലാ മേഖലയിലും ഉണ്ട്. വ്യക്തികൾ 2 പേരുടെ കൺസെൻറ്റോടെ പോയിട്ട് അത് വന്ന് ഒരു റേപ്പിൻ്റെ പരിധിയിലോ പിന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്നതിനോട് വ്യക്തിപരമായി ഞാനും യോജിക്കുന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള ചാൻസിന് വേണ്ടിയിട്ടോ നമ്മുടെ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ പുരുഷന്മാരെ ഉപയോഗപ്പെടുത്തിയിട്ട് പിന്നെ അവരെ കുറ്റം പറയുന്നതിനോട് ഞാൻ വ്യക്തിപരമായി യോജിക്കുന്നില്ല. അതല്ലാതെ വിത്തൗട്ട് കൺസെൻറ്റിൽ ഒരാൾ നമ്മളറിയാതെ നമ്മളെ ടച്ച് ചെയ്യാൻ വന്നാൽ അതിൽ പ്രതിഷേധിക്കുക, അതാണ് റേപ്പായിട്ടും അല്ലെങ്കിൽ ആ ഒരു പരിധിയിലേക്ക് കടന്നു കഴിയുമ്പോഴാണ് ബുദ്ധിമുട്ടുകൾ വരുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പെൺകുട്ടിയൊക്കെ വളരെ വ്യക്തമായിട്ട് അവർ മീഡിയയുടെ മുമ്പിൽ വന്ന് പറയേണ്ട ഒരവസ്ഥ. അപ്പോൾ ഈ 2 വ്യക്തികളിൽ മാത്രമാണോ, ഈ 2 വ്യക്തികളും കൃത്യമായി ഇതിൽ പങ്കാളികളാണോ എന്നൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വഴി തെളിയിക്കേണ്ട ഒരു കാര്യമാണ്. അതിൽ വ്യക്തമായി എനിക്കൊരു അഭിപ്രായം പറയാൻ സാധിക്കില്ല. ഇപ്പം നിങ്ങളൊരു ആക്ടിവിസ്റ്റ് അല്ലെങ്കിൽ പൊതുപ്രവർത്തകയാണല്ലോ, അപ്പോൾ അതിനെ ബേസ് ചെയ്യാൻ ചോദിക്കുന്നത്, ഡയറക്ടർ രഞ്ജിത്തിൻ്റെ എതിരായിട്ട് പുതിയൊരു ആരോപണം വന്നിട്ടുണ്ട്. ഒരു പയ്യനാണ് വന്നിട്ടുള്ളത്. അപ്പം ഈ മലയാള സിനിമയിൽ തന്നെ അവസരങ്ങൾ തേടി വരുന്ന സ്ത്രീകളോ പുരുഷനോ എന്ന രീതിയിൽ കാണാതെ ഈ രഞ്ജിത്തിനെ പോലുള്ളവർ അത് പീഡിപ്പിക്കുകയും അല്ലെങ്കിൽ ആ അവസരങ്ങൾ മുതലെടുക്കുകയും ചെയ്യുന്ന ഇങ്ങനെയുള്ള ആൾക്കാർ ഈ ഇൻഡസ്ട്രിയിൽ തന്നെ തുടച്ചു നീക്കേണ്ട സമയം കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും ഒരു ശുദ്ധികലശത്തിനാണല്ലോ നമ്മൾ മനുഷ്യരും നിങ്ങൾ മാധ്യമപ്രവർത്തകരും എല്ലാവരും നിൽക്കുന്നത്. കാരണം നല്ല സിനിമ ഉണ്ടാകേണ്ടതുകൊണ്ട് വലിയ സിനിമകളുടെ വിജയത്തിന് നമ്മൾ എല്ലാവരും ഒരുമിക്കണം. ചലച്ചിത്ര മേഖല ഉഷാറായിട്ട് തിരിച്ചു വരണം. പക്ഷേ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കപ്പെടാൻ പാടില്ല. ഈ പറയുന്ന ആരോപണങ്ങളിൽ കഴമ്പുണ്ടെങ്കിൽ അത് ശക്തമായ ശിക്ഷാവിധി ഉടനെ തന്നെ ഉണ്ടാകണം. കേസ് വലിച്ചു നീട്ടി പോകാതെ. ആരോപണം വെറും ആരോപണമല്ല. പുരുഷന്മാർ പലപ്പോഴും, എനിക്ക് വ്യക്തിപരമായിട്ട് ഇപ്പോൾ പേരോ കാര്യങ്ങളോ എനിക്ക് ഓർമ്മയില്ല, പല സന്ദർഭങ്ങളിൽ പല സ്ഥലത്തും ആളുകൾ സംസാരിക്കുന്ന കേട്ടിട്ടുണ്ട്. പുരുഷന്മാരായ ഞങ്ങൾക്ക് ചാൻസ് തരാൻ അവർ മടിക്കും, നമ്മൾക്ക് എന്ത് ഉപയോഗമെന്ന് തിരിച്ചു ചോദിക്കും, മിസ്ബിഹേവിങ്ങിന് നമ്മളോട് ശ്രമിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും വഴിവിട്ട കാര്യങ്ങളിൽ ഇടപെട്ട് കൊടുക്കേണ്ടതുണ്ട് എന്നൊക്കെ സംസാരം മധ്യേ പലരിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ പുരുഷന്മാരായ ആളുകൾക്കും രക്ഷയില്ലാത്തൊരു കാലത്തൂടെയാണ് പോകുന്നതെങ്കിൽ അത് സാക്ഷര കേരളത്തിന്, ഈ സാംസ്കാരിക കേരളത്തിന് തലകുനിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ WCCയും അതുപോലെ തന്നെ പാർവതി തിരുവോത്തും മുന്നിട്ട് ഇറങ്ങിയത് കൊണ്ട് ഇതിനൊക്കെ ഒരു തീരുമാനം ഇപ്പം തന്നെ ഉണ്ടായി. ഇല്ലെങ്കിൽ ഈ മലയാള സിനിമയുടെ അവസ്ഥ എന്തായിരിക്കുമായിരുന്നു? അത് ഒരു വഴിത്തിരിവാവാം. നടി ആക്രമിക്കപ്പെട്ട കേസിലൂടെ വരികയും ഒരുപാട് വിഷയങ്ങളെ ഇത്തരം സ്ത്രീകൾ അഡ്രസ്സ് ചെയ്യപ്പെടുകയും ചെയ്തു. അത് ഇതിനൊക്കെ ഒരു വഴി തിരിച്ചു. ഒരു അന്വേഷണ കമ്മിറ്റി സർക്കാർ വെച്ചു. ഹേമ കമ്മിറ്റി പോലെ ഒരു കമ്മിറ്റി വന്നു, പ്രശ്നങ്ങൾ പഠിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവിടെ കൊണ്ട് തീരുന്നില്ല. ഇപ്പോൾ വന്നിരിക്കുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അതിന് കൃത്യമായ ഉത്തരങ്ങൾ ഈ സംഘടന WCC പോലെയുള്ള ആളുകൾ, അതിൽ അംഗങ്ങൾ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം എത്ര പേര് ശബ്ദിച്ചു, എത്ര പേര് പറഞ്ഞു. ഇവിടെ സാധാരണ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്ന്
അവർ നേരിട്ട ഒരു അബ്യൂസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആരാണെന്നുള്ള മീഡിയയുടെ ചോദ്യം മാത്രമാണ്. അത് ആരാണെന്ന് പറയിപ്പിക്കുക എന്നുള്ളതാണ്. ഇതേ ചോദ്യം എന്തുകൊണ്ടാണ് ഈ പ്രമുഖ നടിമാരുടെ കാര്യത്തിൽ നിങ്ങൾ മാധ്യമപ്രവർത്തകർ മുന്നിട്ടെടുക്കാത്തതെന്നുള്ളൊരു ചോദ്യം കൂടെ ഉണ്ട്. ബിക്കോസ് അതിനകത്ത് 62 ആളുകൾ മൊഴി കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ 62 ലേഡീസ് ആരാണ്? നിങ്ങൾ പറയുന്ന ഇപ്പോൾ വന്ന് പരാതി പറയുന്നവരാരും അമ്മയിലെ മെമ്പറല്ല. അപ്പോൾ അമ്മയിലെ മെമ്പറായ അല്ലെങ്കിൽ WCC അംഗങ്ങളായ ആളുകൾ 62 പേര് കമ്മീഷന് മുമ്പാകെ മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആരാണെന്ന് പൊതുസമൂഹം അറിയണ്ട. പക്ഷേ ആ പ്രതികൾ ആരാണെന്ന് അറിയണ്ടേ? മൊഴി കൊടുത്ത സ്ത്രീകളുടെ പേര് വലിച്ചഴിക്കണ്ട. പക്ഷേ ഏതെങ്കിലും ഒരു സ്ത്രീ നട്ടലോടെ വന്ന് പറയുന്നുണ്ടോ ഇന്ന ആളാണ് പൊതുസമൂഹത്തോട് ഞങ്ങൾ മൊഴി കൊടുത്തിട്ടുണ്ട് ഇതാണ് എന്ന് പറയുന്നുണ്ട്? എല്ലാവർക്കും രഹസ്യ സ്വഭാവം. അപ്പോൾ വലിയമാർക്ക് രഹസ്യ സ്വഭാവവും താഴേക്കിടയിലുള്ള ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെയും അല്ലെങ്കിൽ സാധാരണ അഭിനയം മോഹിച്ചു വരുന്ന സാധു പെൺകുട്ടികൾക്കും ഒക്കെ 2 തരം മാന്യതയാണോ? അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇപ്പം ഈ പെൺകുട്ടികളുടെ മാനത്തിന് ഒരേ വില കൽപ്പിക്കുക. അത് WCC അംഗമായാലും വലിയ സെലിബ്രിറ്റി പീഡിപ്പിക്കപ്പെട്ടാലേ ചർച്ചയാവുള്ളൂ, വലിയ വലിയ അമ്മച്ചിമാർ ഇറങ്ങുള്ളൂ എന്നുള്ളത് അത് തെറ്റാണ്. അത് ആ ആറ്റിറ്റ്യൂഡല്ല എടുക്കാനുള്ള. നമ്മുടെ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഏതൊരു പെൺകുട്ടിയെയും അത് ശരിയായ രീതിയിലുള്ള ആരോപണമാണെങ്കിൽ അതിൽ പ്രതിയാക്കപ്പെട്ട ആൾക്കെതിരെ ഇറങ്ങാൻ എല്ലാവരും ഇറങ്ങണം. നടികൾ ഒരു പ്രത്യേക ആളെ കോർണർ ചെയ്ത് ഒരു പ്രത്യേക ആൾക്കെതിരെ ഉള്ളൊരു യുദ്ധം വന്ന സമയത്ത് അതിന് ഭയങ്കരമായിട്ടൊരു കൂട്ടിയോജിപ്പ് കണ്ടു. അതൊക്കെ സിനിമ ഇൻഡസ്ട്രിക്കകത്തുള്ള കളികളുടെ പ്രത്യേകതയാണ്. അതല്ല വേണ്ടത്. നിങ്ങൾ സത്യസന്ധരായിട്ടുള്ള WCC അംഗങ്ങളായ വ്യക്തികളും അതേപോലെ അമ്മയിലുള്ള സ്ത്രീകളും എല്ലാവരും നിങ്ങൾ സ്ത്രീകളുടെ മാനത്തിന് വില കൽപ്പിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ മീഡിയയ്ക്ക് മുന്നിൽ എല്ലാവരും വരിക. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ എല്ലാവരും വരിക, ഒരുമിച്ച് നിൽക്കുക. നിങ്ങൾ എത്ര പേര് ഇപ്പോൾ വന്നിരിക്കുന്ന സ്ത്രീകൾക്ക് എൻ്റെ കാര്യം വിടുക, എനിക്ക് ആരുടെയും സപ്പോർട്ട് വേണ്ട, എനിക്ക് ദൈവത്തിൻ്റെ സപ്പോർട്ടും എന്നെ സ്നേഹിക്കുന്ന ആളുകളുടെ എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ടും മതി. നിങ്ങളെപ്പോലെയുള്ള വലിയ ആളുകളുടെ സപ്പോർട്ട് ഇപ്പോൾ ഇവിടെ പീഡനം ആരോപിച്ച് വരുന്ന ഏതെങ്കിലും ഒരു ഇരയ്ക്ക് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? അതാണ് എനിക്ക് WCCയോടും അമ്മയിലെ സ്ത്രീകളോടും ചോദിക്കാനുള്ളത്. അമ്മ സംഘടന എന്നൊരു കമ്മിറ്റിയുടെ ഫോർമാറ്റ് മാത്രമേ പിരിച്ചുവിട്ടപ്പെട്ടിട്ടുള്ളൂ. നിങ്ങളെല്ലാവരും തമ്മിൽ ഇപ്പോഴും നല്ല കോൺടാക്റ്റിൽ ഇരിക്കുന്ന ആളുകളാണ്. പിന്നെ ഏതോ ഒരാൾ പറയുന്നതായിട്ട് ഇപ്പം ഞാൻ വന്ന് ഇത്തരം കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട് സിനിമയുടെ സംഘടനകളൊക്കെ ഈ രീതിയിലായി എന്നുള്ളത്. സിനിമാ സംഘടനകളാകുന്നത് എൻ്റെ ഒരാളുടെയോ 2 പേരുടെയോ വെളിപ്പെടുത്തൽ കൊണ്ടാണോ? അല്ല, ഒരിക്കലും. നിങ്ങളെല്ലാവരും ചെയ്തു വെച്ച കർമ്മം എപ്പോഴായാലും കർമ്മഫലം നമ്മൾക്ക് തിരിച്ചടി കിട്ടും. കർമ്മ ഇസ് എ ബൂമറാങ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുള്ളവർക്കാണ് ഭയപ്പാട്. ഇല്ലെങ്കിൽ ആ സ്ട്രക്ചറിനകത്ത് നിന്നുകൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പരിഹരിക്കുകയും അത് പൊതുസമൂഹത്തോട് പറയുകയും വേണം. അത് ഏത് WCC അല്ലെങ്കിൽ ഏത് അമ്മയിലെ ആയാലും ആളുകൾക്ക് അത് ചെയ്യാവുന്നതേ ഉള്ളൂ. അടച്ചാക്ഷേപിക്കുകയല്ല, നല്ല കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. എത്രയോ പാവങ്ങൾക്ക് അവർ കൈനീട്ടം പോലെ 5000 രൂപ മാസം കൊടുക്കുന്നുണ്ട്. പ്രായമായ ആർട്ടിസ്റ്റുകൾക്ക്, രോഗികളായ ആളുകൾക്ക് സാന്ത്വനമാകുന്നുണ്ട്. ചാരിറ്റി വർക്ക്സ് ചെയ്യുന്നുണ്ട്. ഏകദേശം 6 കോടിയോളം രൂപ അസറ്റ് ഉണ്ട് ഇപ്പം തന്നെ അമ്മയ്ക്ക്. അപ്പോൾ ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. അത് സംഘടനയുടെ സ്ട്രക്ചർ മാറി എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ മുമ്പിൽ ആരോ പറയുന്നതായിട്ട് ഇപ്പോൾ ഓരോ മാസവും ഓരോ പാവങ്ങൾക്ക് 5000 രൂപ കിട്ടിക്കൊണ്ടിരുന്ന സാധനം കിട്ടാതെ പോയല്ലോ, അതിന് ആരായാലും മുടിഞ്ഞു പോവും, കരയും എന്നൊക്കെ പറയുന്നുണ്ട്. അത് കിട്ടാതെ പോകരുത് എന്നുള്ള ഉദ്ദേശമാണ്. സ്ട്രക്ചർ മാറിയെങ്കിലും ഒരു അർഹതപ്പെട്ട ഒരു ഫാമിലിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇതെല്ലാം ഡിജിറ്റൽ യുഗമല്ലേ. ആ സ്ട്രക്ചർ മാറിയെങ്കിലും പാവപ്പെട്ട ഒരു രോഗിക്ക് ഈ മാസം ഓരോ മാസവും അവർ മരണം വരെ 5000 രൂപ വെച്ച് കൊടുക്കുന്നെങ്കിൽ കൈനീട്ടമായിട്ട് എല്ലാ മാസവും അവർ അവിടെ അമ്മയുടെ ഓഫീസിൽ ഒന്ന് കൈപ്പറ്റുകയല്ലല്ലോ ചെയ്യുന്ന വയ്യാതെ കിടക്കുന്നവർക്ക്. ഇത് ഡിജിറ്റൽ യുഗമാണ്. നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഉണ്ടെങ്കിൽ ആ പാവപ്പെട്ടവർക്ക് മരുന്നോ ഭക്ഷണമോ നിങ്ങൾ കൊടുക്കുന്ന സഹായങ്ങളോ മുടക്കരുത്. അതാണ് അന്തസ്സ്. അതാണ് അമ്മ ചെയ്യേണ്ടത്. അല്ലാതെ അമ്മയുടെ ഇപ്പോഴത്തെ കുറച്ച് ആളുകൾ അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ സ്ട്രീമിലുള്ള ആളുകൾ രാജിവെച്ച് പോയതുകൊണ്ട് ആ കൊടുത്തുകൊണ്ടിരുന്ന ആ സ്ട്രക്ചറിൽ നിന്ന് മാറിപ്പോയി അല്ലെങ്കിൽ അത് തകർന്നു എന്ന് വിലപിക്കുന്നതിനോട് കാര്യമില്ല. അമ്മയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ AMMA, ഞാൻ അമ്മയിൽ നിന്ന് തന്നെ വീണ്ടും അത് നമ്മുടെ വായിൽ അങ്ങനെ വരുന്നതുകൊണ്ടാണ് ഇപ്പോൾ പല ഇത് വരുന്നുണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് പറയാനില്ല. പക്ഷേ എങ്കിൽ പോലും ഈ സംഘടനകൾ ഏത് സംഘടനയായാലും എല്ലാവരെയും തുല്യമായി കണ്ടുകൊണ്ട് നമ്മുടെ ചലച്ചിത്ര മേഖലയുടെ വികസനത്തിന് വേണ്ടി നിൽക്കണം. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രത്യേക താല്പര്യങ്ങൾക്ക് സംഘടനകൾ മാറുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെ പരിഹരിക്കണം. സംഘടനകൾ തകർന്നതിനെ കുറിച്ച് പിന്നെ ടെക്നിക്കൽ സംഘടന ഫെഫ്ക പോലുള്ള സ്ഥലത്ത് പ്രശ്നമെന്ന് പറയുന്നു. ഇതൊന്നും എനിക്ക് ഡയറക്റ്റ് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. പക്ഷേ ഇത് അന്വേഷണ ഉദ്യോഗസ്ഥർ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ തകർച്ചയ്ക്ക് കാരണം. അല്ലെങ്കിൽ അവർ തമ്മിലുള്ള യൂണിറ്റി ഇല്ലായ്മയാണ്. അതല്ലാതെ സത്യം വിളിച്ചു പറയുന്ന ഏതെങ്കിലും ഒരാളെ കോർണർ ചെയ്ത് അത്തരം കാര്യങ്ങൾ വ്യാജ വാർത്ത ചെയ്യുന്നതിനോട് എനിക്ക് പ്രതിഷേധമാണ് ഈ അവസരത്തിൽ. ഇപ്പം അതുപോലെ തന്നെ കേട്ട് കാണും, ധർമ്മജൻ ഹാസ്യനായൻ ഒരു മാധ്യമ പ്രവർത്തകരോട് വളരെ ചെറ്റ വർത്താനം പറഞ്ഞു എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. കാര്യം അത്രയ്ക്ക് മോശമായിട്ടാണ് സംസാരിച്ചത്. പറഞ്ഞതെന്ന് പറഞ്ഞാൽ അമ്മ എന്ന് പറഞ്ഞ സംഘടന ഒരുപാട് പേരെ സഹായിക്കുന്നു എന്നതുകൊണ്ട് ബാക്കിയുള്ളവരെ പീഡിപ്പിക്കാമോ?
പീഡന കാര്യം ചോദിക്കുമ്പോൾ പുള്ളി അതല്ല പറയുന്നത്. പക്ഷേ അമ്മ ചെയ്തിട്ടുള്ള കുറേ നല്ല ചെയ്തിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല. ആ ഒരു അത്രയ്ക്ക് വൃത്തികെട്ട സംസാരം സംസാരിച്ച ധർമ്മജനോട് എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രതികരിക്കാനുള്ളത്? ഉറപ്പായിട്ടും നമ്മൾ ഈ മേഖലയിൽ അത് അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രതിഷേധാർഹമാണ്. കാരണം മാധ്യമപ്രവർത്തകരുടെ ചോദ്യം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിൻ്റെ ഉത്തരമാണ് നൽകേണ്ടത്. നമുക്ക് തോന്നുന്ന ഒരു ഉത്തരം പറയുമ്പോൾ തീർച്ചയായിട്ടും മാധ്യമപ്രവർത്തകർ തിരിച്ച് പ്രതികരണം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ ബുദ്ധിപൂർവ്വം കലാകാരന്മാർ പ്രതികരിക്കണം എന്നുള്ളൊരു റിക്വസ്റ്റാണ് എനിക്കുള്ളത്. രണ്ടാമത്തെ കാര്യം, സിനിമാ മേഖലയിൽ ഈ ലഹരി ഉപയോഗം കൂടി ചർച്ച ചെയ്യപ്പെടണം എന്നുള്ളൊരിത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. അത് സർക്കാർ മുന്നിട്ടെടുക്കുക, അല്ലെങ്കിൽ സംഘടനകൾ എടുക്കുക. വ്യക്തിപരമായ സ്വാതന്ത്ര്യമുണ്ട്, ഏത് ലഹരി നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ സിനിമാ ലൊക്കേഷനുള്ളിൽ ഇത്തരം സാധനങ്ങൾ കടത്താതിരിക്കാനുള്ള നിയമനിർമ്മാണം അത് കോടതിയാണ് അതിന് മുൻകൈ എടുത്ത് ചെയ്യേണ്ടത്. ഇപ്പം നമ്മളുടെ മന്ത്രിയും കൂടെ ആയ സുരേഷ് ഗോപി ഒരു മാധ്യമ പ്രവർത്തകനെ പിടിച്ച് തള്ളുകയും ചെയ്തു. അതുപോലെ തന്നെ പറഞ്ഞു ഇത് നിങ്ങളുടെ തീറ്റയാണ്. ഈ വാർത്ത കൊണ്ടുവരുന്നത് എങ്ങനെയാണ് തീറ്റയാവുന്നത്? തെറ്റ് ചെയ്താൽ അത് ചൂണ്ടിക്കാണിക്കും, അത് പറയും സമൂഹത്തിന് മുന്നിൽ. അപ്പോൾ ഈ സുരേഷ് ഗോപി ഇങ്ങനെ പെരുമാറുമെന്ന് ആരും വിചാരിച്ചതില്ല. ഇങ്ങനെ പെരുമാറിയത് വളരെ മോശമായി പോയില്ലേ? നമ്മൾ ഈ ചില ഫ്രസ്ട്രേഷൻ വരും മനുഷ്യർക്ക്. പിന്നെ സ്വാഭാവികമായിട്ടുള്ള തിരക്കുകൾ, അല്ലെങ്കിൽ അവരുടെ വഴി തടസ്സപ്പെടുത്തുക, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു കേന്ദ്രമന്ത്രിക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റ് കൊടുക്കാതിരിക്കുക, ഒരു പാർട്ടി ബേസിൽ അവരെ കോർണർ ചെയ്ത് സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു പ്രത്യേക മാധ്യമം അവരെ ഫോക്കസ് ചെയ്ത് ടാർഗറ്റ് ചെയ്ത് ഓരോ കാര്യങ്ങൾ അവരുടെ മേൽ ആരോപിക്കാൻ വേണ്ടി ശ്രമിക്കുക, തുടങ്ങി പല കഥകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തും തെറ്റുകളുണ്ട്. ഈ പറഞ്ഞ കേന്ദ്രമന്ത്രിയുടെ ചില ഇടപെടലുകൾ കുറച്ചുകൂടി സംയമനത്തിലാകാൻ നമ്മൾ അപേക്ഷിക്കുന്നു. കാരണം അദ്ദേഹം ഒരു പച്ച മനുഷ്യനാണ്. നമ്മൾ പറയും അയാൾ അഭിനേതാവാണ്, നന്നായിട്ട് അഭിനയിക്കുന്നു. അയാൾക്ക് ജീവിതത്തിൽ അഭിനയിക്കാൻ അറിയാത്ത പച്ചയായ മനുഷ്യനായതുകൊണ്ട് ആളുടെ ഉള്ളിലുള്ള ഫ്രസ്ട്രേഷൻ പല രീതിയിൽ വരുന്നുണ്ട്. ചില വാക്കുകൾ ചില സമയത്ത് ഉപയോഗിക്കേണ്ടിയിരുന്നില്ല എന്ന് നമുക്ക് തോന്നും. പക്ഷേ നമുക്ക് ഇത്രയും വലിയൊരു മുതിർന്ന ആളാണ്, ഇപ്പോൾ കേന്ദ്രമന്ത്രിയാണ്. അങ്ങയോടുള്ള എല്ലാ റെസ്പെക്റ്റും സ്നേഹവും ബഹുമാനവും വെച്ച് വ്യക്തിപരമായിട്ടൊരു സഹോദരി എന്ന നിലയിൽ പറയുകയാണ്, മാധ്യമങ്ങളോട് കുറച്ചുകൂടി അല്ലെങ്കിൽ ക്ഷമ എന്ന് പറയുമ്പം ക്ഷമ ഉണ്ട് അങ്ങേക്ക്. പക്ഷേ ചില നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന സന്ദർഭങ്ങൾ അവർ മാക്സിമം സൃഷ്ടിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് അങ്ങേ പോലുള്ളവർ ആ സമയത്ത് സൈലൻസ് കീപ്പ് ചെയ്യണം എന്നുള്ളൊരു എളിയ ഒരു സഹോദരി എന്ന നിലയിൽ അങ്ങയോട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് അങ്ങേ വേണം. അങ്ങ് ഒരുപാട് നല്ല കാര്യങ്ങൾ സമൂഹത്തോട് ചെയ്യുന്നുണ്ട്. അങ്ങയുടെ വാക്കിൽ പിടിച്ചു പോയി അങ്ങയുടെ പ്രവൃത്തിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കരുതെന്നുള്ളത്. അതേപോലെ മാധ്യമപ്രവർത്തകരോടും പറയാനുള്ള എളിയ റിക്വസ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഏതെങ്കിലും അജണ്ടയുടെ ഭാഗമായി, ഏതെങ്കിലും പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായി ഒരു വ്യക്തിയെ ഫോക്കസ് ചെയ്യുമ്പോൾ അവരെ ആ പ്രത്യേക അജണ്ടയിലേക്ക് തിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു മിസ്ഗൈഡിങ് മാധ്യമപ്രവർത്തനം നടത്തരുതെന്നുള്ളവരാണ്. എല്ലാവരും അങ്ങനെയൊന്നല്ല. നല്ല മാധ്യമപ്രവർത്തകർ കൂടി അത് ചീത്തപ്പേരാവും. എല്ലാവരും നല്ലതെന്നോ മോശമൊന്നും എനിക്കില്ല. മാധ്യമപ്രവർത്തകർ അവരുടെ ഒരു മാധ്യമധർമ്മം നിർവഹിക്കാനുള്ള സ്പേസ് നമ്മൾ കൊടുക്കണം. മാധ്യമത്തിന് വലിയൊരു സ്പേസ് ഉണ്ട്, ഒരു ഫ്രീഡം ഉണ്ട്. ആ ഫ്രീഡത്തിൽ നമ്മളിപ്പോൾ ഞാൻ ഇത്രയും മാധ്യമങ്ങളെ ഈ അടുത്ത സമയം ഞാൻ ഇങ്ങനെയൊന്നും എൻ്റെ സിനിമകളിൽ 1-2 ഇൻ്റർവ്യൂ ചാനലിലൊക്കെ വന്നിട്ടുണ്ടെന്നല്ലാതെ ഞാൻ ഇത്രയും വലിയ നാഷണൽ ചാനലിനെ അടക്കം ഫേസ് ചെയ്യുന്ന ഇപ്പോഴാണ്. മാധ്യമങ്ങളെ ഫേസ് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ വളരെ പക്വതയോടെ സംസാരിച്ചില്ലെങ്കിൽ അത് നമുക്കൊരു തിരിച്ചടിയാവും. മാധ്യമപ്രവർത്തകരുടെ ഫ്രീഡത്തിൽ നമ്മൾ വ്യക്തികൾ കൈകടത്താതിരിക്കുകയും നമ്മളെ വ്യക്തിപരമായ ഫ്രസ്ട്രേഷൻ അവരോട് തീർക്കാതിരിക്കുകയൊക്കെ ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. ഒരു സോണിയ മൽഹാറിലോ ഒരു രേവതി സമ്പത്തിലോ ഒതുങ്ങുന്നതല്ല പരാതികൾ കൂടുതൽ വരുമെന്ന് പേടിച്ചാണോ മോഹൻലാൽ ഉൾപ്പെടെ അമ്മ നടന്ന സംഘടനയിൽ എല്ലാവരും രാജിവെച്ച് പോയത്? അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തിപരമായി അറിയില്ല. എങ്കിലും ശബ്ദിക്കേണ്ട ആളുകൾ, നിശബ്ദരായിരിക്കുന്ന ആളുകൾ ഉണ്ടാകും, പരാതിയുള്ളവരുണ്ടാകും. സത്യസന്ധമായ പരാതിയാണ്, കെട്ടിച്ചമച്ചതായിട്ട് വരാതിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ നിങ്ങളോട് ബിഹേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതിൽ പറയുന്നതിൽ കഴമ്പുണ്ടെങ്കിൽ കൃത്യമായി നിങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിലേക്ക് വരിക, തുറന്ന് കാര്യങ്ങൾ പറയുക. അല്ലാതെ വെറുതെ ഒരു മീഡിയ റേറ്റിങ്ങിന് വേണ്ടി നമ്മുടെ ഫേസൊക്കെ മീഡിയയിൽ വരുമല്ലോ എന്നുള്ള അങ്ങനത്തെ ഒരു ആഘോഷത്തിന് ഇത്തരം അവസരത്തിൽ വരാതിരിക്കുക. നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന വിഷയം വളരെ കൃത്യവും ക്രിസ്റ്റലും ആയിരിക്കണം. എന്തെങ്കിലും ഒരു സ്വാധീനത്തിനോ പണത്തിനോ മഹിമയ്ക്കോ വേണ്ടിയിട്ട് തെറ്റായ വാർത്തകൾ, അതായത് ഒരുപാട് ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തികൾ അവരുടെ കരിയർ, അവർ ഇത്രയും വർഷം ഉണ്ടാക്കിയ പേര്, അവരുടെ കുടുംബം, ഇതൊക്കെ കളങ്കപ്പെടുത്തുന്നതിന് മുമ്പ് നമ്മൾ പറയുന്ന ആരോപണം വസ്തുനിഷ്ഠവും 100% സത്യസന്ധവും ആണെങ്കിൽ മാത്രം, അല്ലാതെ ഉള്ള 2 പേരുടെ കൺസെൻറ്റോടെ ഏതെങ്കിലും ഹോട്ടൽ റൂമുകളിൽ പങ്കിട്ട് നന്നായിട്ട് എല്ലാ കാര്യങ്ങളും അവർ വർഷങ്ങൾ കഴിഞ്ഞിട്ട്
അതൊരു പീഡനത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവന്ന് അയാളെ ട്രാപ്പിൽപ്പെടുത്തുന്നതിനോട് എനിക്ക് വ്യക്തിപരമായി യോജിപ്പില്ല. കാരണം നല്ല സൗഹൃദത്തിലിരിക്കുമ്പോൾ ആണും പെണ്ണുമാണ്, പല രീതിയിലുള്ള ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടാവും, അവർ പല രീതിയിലുള്ള നേട്ടങ്ങൾ കൊയ്തിട്ടുണ്ടാവും. അതൊക്കെ അവരുടെ പരാതികൾ ഉണ്ടെങ്കിൽ അത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ ഇപ്രാവശ്യം അറിയിക്കുക. ഇനി സിനിമാ മേഖലയിൽ ഇത്തരം അപഖ്യാതികൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. മലയാള സിനിമ ഇപ്പോൾ ഏകദേശം ജനങ്ങളുടെ മുമ്പിൽ തകർന്നിരിക്കുകയാണ്. ഈ തകർന്നിരിക്കുന്ന ഈ സിനിമ ഇൻഡസ്ട്രി പുതിയ തലമുറയ്ക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? ഉറപ്പായിട്ടും പുതിയ ചെക്കന്മാരെയൊക്കെ കണ്ട് പഠിക്കുക. എന്താ കാലിബർ, എന്താ ഒരു ജനറേഷൻ എന്നൊക്കെ പറയുന്ന ഇതാണ്. ഒരു രക്ഷയില്ല. എല്ലാവരും പറഞ്ഞു നൂജൻ അവന്മാർ അങ്ങനെ ഇങ്ങനെ. നിങ്ങൾ പറയുന്ന മുടിയും വളർത്തി താടിയും വളർത്തി ബീഡിയും വലിച്ച് നടക്കുന്ന പിള്ളേരെല്ലാം പിഴകളൊന്നുമല്ല. അവർ ബീഡി വലിച്ചാലും അതൊന്നും നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അർഹതയുള്ള ഒരുപാട് കാലിബറുള്ള നല്ല കുട്ടികളുള്ള കാലമാണിത്. നല്ല സിനിമകൾ, ഒരു രക്ഷയില്ലാത്ത സിനിമകൾ ഉണ്ടാകുന്നില്ലേ? എന്തെല്ലാം നമ്മൾ തന്നെ അന്തം വിട്ടു പോകുന്ന സാധനങ്ങളുണ്ടാകും. ഇവിടെ നമുക്ക് കാൻ ഫെസ്റ്റിവലിലും എല്ലായിടത്തും ബെർലിനിലും ഒക്കെ പോകാൻ പറ്റുന്ന വലിയ സിനിമകൾ, കലാമൂല്യമുള്ള വലിയ സിനിമകൾ ഉണ്ടാക്കാൻ പറ്റുന്ന ആളുകൾ, ഓസ്കാർ ലെവലിൽ എല്ലാം വാങ്ങാൻ പറ്റുന്ന ആളുകൾ, മിടുക്കന്മാരായവർ ഇവിടെ ഉണ്ട്. അതിൻ്റെ സാഹചര്യം പക്ഷെ അവർക്ക് ആരും എൻട്രി കൊടുക്കില്ല, പുതിയ ആളുകൾക്ക് അവസരങ്ങളില്ല, അല്ലെങ്കിൽ അതിനുവേണ്ടി അവർ സ്ട്രഗിൾ ചെയ്യുന്നു. അപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ ഇത്തരം തുടക്കക്കാർക്ക് അർഹതയുള്ളവരാണെങ്കിൽ അവരെ ഒരു ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു പദ്ധതി, അതിനൊരു പ്രത്യേക പാക്കേജ്, അതെനിക്ക് സർക്കാരിനോട് വെക്കാനുള്ളൊരു എളിയ നിർദ്ദേശം കൂടെയാണ്. കാരണം കലാലോകത്ത് ഏറ്റവും കൂടുതൽ കോംപ്രമൈസ് വരുന്നത് ഇത്തരം സാഹചര്യങ്ങളിലാണ്. ഒരു നല്ല സിനിമ എടുക്കാൻ ആളുകളെ കാല് പിടിക്കുന്നു, ഒരു നല്ല സ്ക്രിപ്റ്റ് ഉണ്ട്, നല്ല കഴിവുള്ള ഒരു ഡയറക്ടറുണ്ട്, അപ്പോൾ അവർക്ക് മുന്നോട്ട് വരാൻ പറ്റുന്നില്ല. അത്തരം സാഹചര്യങ്ങളുണ്ടെങ്കിൽ അത് പഠിക്കാനും അതിന് ഫണ്ട് കൊടുക്കാനും, വേറെ എല്ലാ രാജ്യങ്ങളിലും എത്ര ലക്ഷം രൂപയാണ് ഓരോ ഇതിനും കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പാക്കേജ് ഇല്ല. ഇവിടെ ഒരു 5 ലക്ഷം രൂപയുടെ പാക്കേജ് കിട്ടണമെങ്കിൽ കുറേ കയറി ഇറങ്ങണം. അങ്ങനെ ഇങ്ങനെയുള്ള നൂലാമാലകൾ ഒഴിവാക്കി ന്യൂജൻ കുട്ടികൾക്ക് അല്ലെങ്കിൽ പഴയ ആളുകളും ആവട്ടെ കലാമൂല്യമുള്ള സിനിമയ്ക്കായിട്ട് മാത്രം എടുക്കാൻ വരുന്ന ആളുകളെ പ്രൊമോട്ട് ചെയ്യുക, അവരെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ മലയാള ചലച്ചിത്ര മേഖല തകർന്നിട്ടൊന്നുമില്ല. കുറേ വ്യക്തികൾ ഈ രാജിവെച്ച് പോവുകയോ അല്ലെങ്കിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ആളുകളോ ആണ് മലയാള സിനിമ എന്ന് തെറ്റിദ്ധരിക്കുന്നവർക്കാണ് മലയാള സിനിമ തകർന്നു പോയെന്ന് പറയുന്നത്. അവരിലല്ലല്ലോ മലയാള സിനിമ. അങ്ങനെ ഒരു ഉണ്ടാക്കി വെച്ചത് നിങ്ങളെല്ലാവരും കൂടെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ അല്ലാത്ത കുറേ ആളുകളും നല്ല മനുഷ്യരും നല്ല ആർട്ടിസ്റ്റുകളും ഒക്കെ ഉണ്ട്. നമ്മൾ തന്നെ കൊടുത്ത താരമൂല്യത്തെ അവരായിട്ട് കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അത് തിരുത്തി കൊണ്ടുവരേണ്ടത് അവർ തന്നെയാണ്. നല്ല സിനിമ ഉണ്ടാവണം, സിനിമ ബാക്ക് വരണം. അപ്പോൾ ഓണം വരെയാണ് ഒരുപാട് പുതിയ സിനിമകൾ വരുന്ന, എല്ലാ സിനിമയും അടിപൊളിയായിട്ട് പോയി എല്ലാവരും കാണുക കുടുംബത്തോടൊപ്പം. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിഷയങ്ങൾ കുറച്ച് പേരുടെ വിഷയമാണ്. അത് മാധ്യമം കൂടുതൽ ചർച്ച ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്തരം അലിഗേഷൻ ഇനി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് പെൺകുട്ടികൾ നമ്മുടെ നാട്ടിൽ സ്ത്രീകളുടെ മാനത്തിന് വിലയുണ്ട്. ആ മാനം കീപ്പ് ചെയ്യാൻ വേണ്ടി മാധ്യമങ്ങൾ ഇറങ്ങുന്നതാണ്. അതിൻ്റെ അർഹിക്കുന്ന ലെവലിൽ കാണുക. അല്ലാതെ യൂട്യൂബേഴ്സിനും ഓൺലൈൻ മീഡിയസിനും ഒക്കെ അവരുടെ ചാകരയാക്കി എടുക്കാനായിട്ട് വൃത്തികെട്ട ടാഗ്ലൈനോടെ നിങ്ങൾ നല്ലത് മാധ്യമം ചെയ്തോളൂ. നമ്മൾ കൊടുക്കുന്ന വാർത്ത അതിൻ്റെ അന്തസ്സത്തയോടെ കൊടുക്കുക. അല്ലാതെ നിങ്ങൾക്ക് പറ്റുന്നൊരു ടാഗ്ലൈൻ തമ്പലൈൻ ഇട്ട് കാശിന് വേണ്ടിയിട്ട് തെറ്റായ വാർത്തകൾ പടച്ചു വിടാതിരിക്കുക. വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കുക. മലയാള സിനിമയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. മലയാള സിനിമ മാക്സിമം ഗംഭീരമായിട്ട് തിരിച്ചു വരും. കുറച്ച് അംഗങ്ങൾക്കുള്ള പ്രശ്നങ്ങളാണ്. അത് ഇപ്പോൾ തന്നെ നിയമവ്യവസ്ഥയിലൂടെ അത് ക്ലിയർ ചെയ്യും. പൃഥ്വിരാജ് സുകുമാരൻ അമ്മയുടെ സംഘടന നേതൃത്വത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു മാറ്റം വരുമോ? എനിക്കൊരു പ്രതീക്ഷയുള്ള ഒരാളാണ് ടൊവിനോ, അതേപോലെ പൃഥ്വിരാജ് തുടങ്ങിയ ആളുകൾ. അലിഗേഷനില്ലാത്ത കുറേ ദുൽഖർ സൽമാൻ, അതേപോലെയുള്ള കുറേ ആൾക്കാരുണ്ടല്ലോ, ആസിഫ് അലി, അവരെക്കുറിച്ചൊന്നും ആരും ഒരു അലിഗേഷനും എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പോൾ ഇത്തരം അതായത് വേറെ വൃത്തികെട്ട മദ്യപാനം, ലഹരി, സ്ത്രീ ലംബടരല്ലാത്ത ആളുകൾ വന്നാൽ ഉറപ്പായിട്ടും അതിനകത്ത് കുറച്ച് മാറ്റങ്ങളുണ്ട്. പിന്നെ ബ്രില്യൻസ് പൃഥ്വിരാജൊക്കെ ലോകം കണ്ട ആളുകൂടെയാണ്. അപ്പോൾ ഏത് തരത്തിലുള്ള കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ചേർത്ത് നിർത്തിക്കൊണ്ട് സ്ത്രീകൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇത്തരം മേഖലയിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടായാൽ എൻ്റെ വ്യക്തിപരമായിട്ട് അഭിപ്രായം നല്ലതായിരിക്കും.